അവഗണിച്ചവർക്ക് മുന്നിലൂടെ കുതിച്ചുയരുകയാണ് ഉണ്ണിമൂന്തൻ. ഇനി പിടിച്ചാൽ കിട്ടില്ല എന്ന് തന്നെയാണ് പറയുന്നത്. മാർക്കോയുടെ ഒരു വിജയം ഉണ്ണിയെ വേറെ ലെവലിലേക്ക് കൊണ്ടെത്തിച്ചിരിക്കുന്നു എന്നുള്ളത്. ഒരുപാട് അവഗണനകളും നാണക്കേടുകളും മാറ്റി നിർത്തലുകളും ഉണ്ടായിരുന്ന ഒരു നടൻ പെട്ടെന്നാണ് ഒരു വല്ലാത്ത വളർച്ചയിലേക്ക്, ഉയരത്തിലേക്ക് എത്തുന്നത്. എങ്ങനെ കാണുന്നു ഉണ്ണിയുടെ ഈ ഒരു വളർച്ചയെ? നമ്മൾ ഇതുവരെ അറിഞ്ഞിടത്തോളം കാലം ഉണ്ണി മുകുന്ദൻ എന്ന് പറയുന്ന നടനെ ആരെങ്കിലും സിനിമയിലേക്ക് കൈപിടിച്ചുയർത്തിയതല്ല. അദ്ദേഹം തന്നെ പറയുന്ന വാക്കുകൾ കടമെടുത്താൽ ഞാൻ ഒറ്റയ്ക്ക് വഴിവെട്ടി വന്നതാണ്. അപ്പോൾ സമ്മർ ഇൻ ബാങ്കോക്ക് എന്ന സിനിമയുമായി ബന്ധപ്പെട്ടാണെന്ന് തോന്നുന്നു ഉണ്ണി മുകുന്ദൻ ആദ്യമായി ഈ മേഖലയിലേക്ക് വരുന്നത്. അന്ന് അതിൻ്റെ ഓഡിഷനോ മറ്റോ ചെല്ലുമ്പോൾ വളരെ ചിരിച്ച മുഖത്തോടെ ചെല്ലുന്ന ഉണ്ണി മുകുന്ദനിൽ ഒരു നല്ല നടൻ്റെ സാന്നിധ്യം, അല്ലെങ്കിൽ മലയാള സിനിമയുടെ ഒരു ഭാവി വാഗ്ദാനം എന്നൊക്കെ ഞങ്ങൾ കണ്ടിരുന്നുവെന്ന് അതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ച ആളുകൾ പറഞ്ഞിട്ടുണ്ട്. എന്തായാലും ഉണ്ണി മുകുന്ദനെ നമ്മൾ അറിയുന്നത് മാളികപ്പുറം എന്ന സിനിമയിലൂടെ, മേപ്പടിയാനിലൂടെയൊക്കെ മലയാളികൾക്ക് പ്രിയപ്പെട്ട നടനായിട്ടാണ്. എന്നാൽ മാളികപ്പുറം എന്ന ചിത്രത്തിൽ അഭിനയിച്ചതോടുകൂടി ഒരു പ്രത്യേക മതവിഭാഗവുമായി ചേർന്ന് നിൽക്കുന്ന ആളാണെന്ന് പറഞ്ഞിട്ട് ഉണ്ണി മുകുന്ദനെ ഒറ്റപ്പെടുത്താനൊക്കെ ശ്രമം നടത്തി. ഇനി അതിനും കുറച്ച് പിന്നിലേക്ക് പോയാൽ ഈ നമുക്കറിയില്ല വിക്രമാദിത്യൻ എന്ന് പറയുന്ന ഒരു സിനിമയിൽ അഭിനയിച്ചപ്പോൾ അതിനകത്ത് ഉണ്ണി മുകുന്ദൻ്റെ ക്യാരക്ടറിനെ പോലും മസിലളിയൻ എന്ന് വിളിക്കുന്നുണ്ട്. അതായത് മസിൽമാനാണെന്നും അഭിനയിക്കാൻ അറിയില്ലെന്നുമുള്ള ഒരു വ്യാഖ്യാനം ചമയ്ക്കപ്പെട്ടു. അപ്പം മലയാള സിനിമ മേഖലയുമായി ബന്ധപ്പെട്ട് ഉണ്ണി മുകുന്ദനെ ഒറ്റപ്പെടുത്താനായിട്ട് പല ഘട്ടങ്ങളിലായി ആളുകൾ ശ്രമിച്ചു. ഇതിൻ്റെ ഒരു കാരണം എന്ന് പറയുന്നത് ഗുജറാത്തിൽ ജനിച്ചു വളർന്ന ഉണ്ണി മുകുന്ദൻ വലിയൊരു ആഞ്ജനേയ ഭക്തനാണെന്നും നരേന്ദ്രമോദിയുമായി പോലും അടുപ്പം പുലർത്തിയിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ BJPയുമായി ബന്ധപ്പെട്ട ഹൈന്ദവ സംഘടനകളുമായി ബന്ധപ്പെട്ട പല പ്ലാറ്റ്ഫോമിലും നമ്മൾ ഉണ്ണി മുകുന്ദനെ കാണുന്നുണ്ട്. അപ്പോൾ ഉണ്ണി മുകുന്ദൻ BJP എന്ന് പറയുന്ന തൊട്ടുകൂടായ്മയുള്ള ഒരു പാർട്ടിയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നതുകൊണ്ട് അദ്ദേഹത്തെ ഒറ്റപ്പെടുത്തണം. ഇപ്പോൾ മമ്മൂട്ടി എന്ന് പറയുന്ന ഒരു നടൻ CPMയുമായി ബന്ധപ്പെട്ട പ്ലാറ്റ്ഫോമുകളിൽ നിൽക്കുന്നുണ്ട്. അങ്ങനെ ഒട്ടനവധി താരങ്ങൾ ഒട്ടനവധി പാർട്ടികളുമായി സംഘടനകളുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നു. അവർക്കൊന്നും നേരിടാൻ കഴിയാതിരുന്ന അവഗണന ഉണ്ണി മുകുന്ദനുണ്ടായി. പക്ഷേ മാർക്കോ എന്ന് പറയുന്ന ഒറ്റ ചിത്രം റിലീസായതോടുകൂടി മലയാളികളുടെയൊക്കെ സിനിമാ പ്രതീക്ഷകളെ, സങ്കല്പങ്ങളെയൊക്കെ അട്ടിമറിക്കാൻ ഉണ്ണി മുകുന്ദന് സാധിച്ചു. അപ്പോൾ മലയാളത്തിലേക്ക് മാത്രമല്ല, ഈ മലയാളത്തിൽ ഇങ്ങനെ ഒരു സിനിമയ്ക്ക് ഹൈപ്പ് ഉണ്ടായപ്പോൾ തമിഴിലേക്ക് അതിൻ്റെ പ്രചാരം എത്തി. അങ്ങനെ പിന്നീട് തമിഴിൽ അത് റിലീസ് ചെയ്യുന്നു, പിന്നീട് തെലുങ്കിലേക്ക് റിലീസ് ചെയ്യുന്നു, അത് കഴിഞ്ഞ് കന്നഡ, അത് കഴിഞ്ഞ് ഹിന്ദി, അങ്ങനെ വിവിധ ഭാഷകളിലേക്ക് വലിയ ഹൈപ്പ് സൃഷ്ടിച്ച് ഈ ചിത്രം എത്തുകയാണ്. എന്ന് പറഞ്ഞാൽ ഉണ്ണി മുകുന്ദൻ ഒരു പാൻ ഇന്ത്യൻ നടനായി മാറി എന്നർത്ഥം. അപ്പോൾ ഇന്നലെ വരെ മലയാളികൾക്കോ തമിഴന്മാർക്കോ മാത്രമാണ് പരിചിതമെങ്കിൽ ഇന്ന് ഇന്ത്യയിൽ ഒട്ടനവധി ഭാഷകളിൽ ശ്രദ്ധിക്കപ്പെടുന്ന താരമായി ഉണ്ണി മുകുന്ദൻ മാറി. അപ്പോൾ ഹിന്ദി സിനിമയിൽ അല്ലെങ്കിൽ മലയാള മേഖലയിൽ മറ്റ് സിനിമകളൊന്നും വെല്ലുവിളി ഉയർത്താൻ ഇല്ലാതിരുന്നു എന്നതും മാർക്കോയ്ക്ക് അനുകൂല ഘടകമായി. അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തിൽ ഒരുപാട് വയലൻസ് ഉണ്ട്, അതിക്രമങ്ങളുണ്ട്, സാധാരണപ്പെട്ട ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്തതാണെന്ന് പറയുന്നു. പക്ഷേ അടുത്തിടെ ഇറങ്ങിയ മലയാളത്തിലെ ഒട്ടുമിക്ക സിനിമകളിലും ഇത്തരത്തിലുള്ള വയലൻസ് ഉണ്ട്, അല്ലേ? അല്ലെങ്കിൽ എന്താ പറയുക, ഒരു സൈക്കോ മെൻറ്റാലിറ്റി ഉള്ള നായക കഥാപാത്രങ്ങളുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള ചിത്രങ്ങൾക്ക് വലിയ സ്വീകാര്യത കേരളത്തിൽ കിട്ടുന്നുണ്ട്. അപ്പോൾ മാർക്കോ എന്ന് പറയുന്ന ചിത്രത്തിലൂടെ തൻ്റെ ഒരു അഭിനയ ലെവൽ വേറെ രീതിയിലേക്ക് മാറുമെന്ന് ഈ ചിത്രം ഇറങ്ങുന്നതിന് മുമ്പ് തന്നെ ഉണ്ണി മുകുന്ദൻ പറഞ്ഞു. അക്ഷരാർത്ഥത്തിൽ അത് സാധ്യമായി എന്നല്ലേ നമ്മൾ മനസ്സിലാക്കേണ്ടത്? തീർച്ചയായിട്ടും ഉണ്ണി മുകുന്ദൻ്റെ ലെവൽ തന്നെ മാറിയിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇപ്പോൾ നേരത്തെ സിനിജി പറഞ്ഞതുപോലെ തൊട്ടുകൂടായ്മയാണ് BJP എന്ന് പറയുന്ന പാർട്ടി. അതിലേക്ക് ഏത് നായക നടൻ അല്ലെങ്കിൽ ഏത് നടൻ പോയാലും അത് മാറ്റി നിർത്തപ്പെടേണ്ട ഒന്നാണ് അവരെയൊക്കെ എന്നുള്ള ഒരു രീതിയിലായിരുന്നു മലയാള സിനിമയുടെ ഒരു പോക്ക്. അതേ രീതി തന്നെയാണ് ഉണ്ണി മുകുന്ദനോടും കാണിച്ചിരുന്നത്. അപ്പോൾ മോദി ഭക്തനായ ഉണ്ണി മുകുന്ദൻ, ആഞ്ജനേയ ഭക്തനായ ഉണ്ണി മുകുന്ദൻ, എന്തിനേറെ പറയുന്നത് ജയ് ഗണേഷ് എന്ന സിനിമ ഇറങ്ങിയപ്പോൾ ഒരു ചാനൽ അടുപ്പുകൂട്ടി ചർച്ചയിൽ പറഞ്ഞത് അതിൽ ഗണപതിയായിട്ടാണ് ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്നത് എന്നാണ് പറഞ്ഞത്. ആ സിനിമ ഇറങ്ങുന്നതിന് മുൻപേ അതിൻ്റെ കണ്ടന്റ് എന്താണെന്ന് അറിയാതെ ഒരു അടുപ്പുകൂട്ടി ചർച്ചയിലിരുന്ന് പറയുകയാണ് അതിൽ ഉണ്ണി മുകുന്ദൻ അഭിനയിക്കുന്നത് ഗണപതിയായിട്ടാണ്. ആ സിനിമയിൽ ഉണ്ണി മുകുന്ദൻ്റെ ക്യാരക്ടർ എന്താണ് എന്നുള്ളത് പിന്നീട് പുറത്തു വന്നതാണ്. സയൻറ്റിഫിക് ആയിട്ടുള്ള ലെവലിലേക്ക് പോകുന്ന, ചിന്തിപ്പിക്കുന്ന ഒരു സിനിമയാണത്. അതിനുശേഷം ഇപ്പോൾ മാർക്കോ ഇറങ്ങിയപ്പോഴും ഈ അടുപ്പുകൂട്ടി ചർച്ചക്കാർ പറയുന്നത് ഇത് കണ്ടിട്ട് പല കുട്ടികളും കൊലപാതകികളാകുന്നു. ഒരു സിനിമ എന്ന് പറയുന്നത് എൻ്റർടൈൻമെൻറ്റ്, അതങ്ങനെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. നമ്മൾ കുറേ ഫ്രസ്ട്രേഷനും കുറേ സ്ട്രെസ്സും ഒക്കെ ആയിട്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു സിനിമ ഇറങ്ങുമ്പോൾ അത് പോയി കണ്ടായിരിക്കുന്ന 2 മണിക്കൂറോ അല്ലെങ്കിൽ 2.5 മണിക്കൂറോ നമ്മുടെ മൈൻഡ് അതിലേക്ക് സെറ്റ് ചെയ്ത് വയ്ക്കുന്നു. ആ ഒരു എൻ്റർടൈൻമെൻറ്റ് അത് കണ്ടിറങ്ങുമ്പോൾ നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസം, അതാണ് നമ്മളൊരു സിനിമയെ നേരിടുന്നത് അങ്ങനെയാണ്, അല്ലെങ്കിൽ ഒരു സിനിമയെ അഭിമുഖീകരിക്കുന്നത് അങ്ങനെയാണ്. പക്ഷെ ഇവരങ്ങനെയല്ല. ഏത് ഉണ്ണി മുകുന്ദൻ്റെ, കാരണം ഉണ്ണി മുകുന്ദൻ BJPക്കാരനാണ്, സംഘിയാണ്, മോദി ഭക്തനാണ് എന്നുള്ള പേര് കൊണ്ട് മാത്രം
ഉണ്ണി മുകുന്ദനെ വളഞ്ഞിട്ട് ആക്രമിക്കുന്ന ഒരു രീതി, അത് സിനിമയ്ക്കകത്തും കൂടെ അഭിനയിച്ചവരും അല്ലെങ്കിൽ പല സിനിമാ നടന്മാരും താഴെത്തട്ടിൽ നിന്ന് വളർന്നു വരുന്ന ചില നടന്മാർക്കൊക്കെ ഉണ്ണിയോട് വളരെ പുച്ഛവും വളരെ അവഗണനയുമാണ്. അപ്പോഴൊന്നും ആർക്കെതിരെയും വിമർശനങ്ങൾ ഉന്നയിക്കാതെ, എനിക്ക് തോന്നുന്നു സായി കൃഷ്ണ എന്ന് പറയുന്ന ഒരു യൂട്യൂബറോട് മാത്രമാണ് ഉണ്ണി വളരെ കോപത്തോടെ സംസാരിച്ച് അത് വൈറലായത്. മറ്റാർക്കെതിരെയും, തനിക്കെതിരെ വിമർശനം ഉയർത്തുന്ന ആർക്കെതിരെയും ഉണ്ണി മുകുന്ദൻ ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല. ആ പ്രതികരണം നടത്തേണ്ട സമയം എപ്പോഴാണ് എന്ന് ഉണ്ണി തന്നെ മനസ്സിൽ കുറിച്ചിട്ടിട്ടുണ്ട്. ആ സമയം ഇപ്പോഴാണ്. മാർക്കോയുടെ വലിയ വിജയം, ഞാൻ പ്രേക്ഷകർക്ക് നൽകുന്ന ഒരു വലിയ വിജയത്തിലൂടെ ആയിരിക്കണം അതിൻ്റെ പ്രതികരണം, അല്ലെങ്കിൽ അതിലുള്ള എൻ്റെ മറുപടി എന്നുള്ളത് തന്നെയാണ് മാർക്കോ റിലീസായപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. തുടക്കത്തിൽ കുറേ പേർ ഈ വയലൻസ് ആണ്, അത് കാണാൻ പറ്റില്ല, പിന്നെ പല സ്ത്രീകളും ബോധം കെട്ടി വീഴുന്നു എന്നൊക്കെ പറയുന്നു. പക്ഷെ 3, 4, 5 തവണ അത് കണ്ടവരുണ്ട്. ഇപ്പോഴും അത് വലിയ ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ് പല ഭാഷകളിലൂടെ. അതിലൂടെ ഉണ്ണി മുകുന്ദൻ എന്ന നടൻ്റെ വളർച്ച കൂടിയാണ് നമ്മൾ മനസ്സിലാക്കാൻ പോകുന്നത് എന്നുള്ളതാണ്. ഇപ്പോൾ സിനിജി നേരത്തെ ഒരു ടോക്കിൽ പറഞ്ഞതുപോലെ മോഹൻലാലിൻ്റെ ഒരു കസേര അവിടെ ഒഴിഞ്ഞു കിടക്കുകയാണ്, അതിലേക്ക് ഉണ്ണി മുകുന്ദൻ അടുത്ത് വരുന്നത് ഉണ്ണി മുകുന്ദനാണ് എന്നുള്ള ഒരു പ്രചാരണം കൂടി മോഹൻലാൽ ആരാധകർ ഉണ്ണിക്ക് കൊടുക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ ഉണ്ണി മുകുന്ദൻ ഏത് ലെവലിലേക്ക്, ഇപ്പോൾ മോഹൻലാൽ എന്ന് പറയുമ്പോൾ നമുക്കറിയാം പുരികം കൊണ്ടുപോലും അഭിനയിക്കുന്ന അഭിനയത്തിൻ്റെ ഒരു സർവകലാ വല്ലഭനാണ് മോഹൻലാൽ എന്നാണ് പറയുന്നത്. അവിടേക്ക് ഉണ്ണി മുകുന്ദനെ പോലുള്ള ഒരാൾ കടന്നു വരുന്നു എന്ന് പറയുമ്പോൾ എത്രത്തോളം ഹൈപ്പിലേക്ക് ഉണ്ണി എത്തിയിരിക്കുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ മോഹൻലാലും മമ്മൂട്ടിക്കും ശേഷം ആര് എന്ന ചോദ്യത്തിന് ഒന്നുകിൽ പൃഥ്വിരാജ് അല്ലെങ്കിൽ ഫഹദ് ഫാസിൽ എന്ന ഈ 2 പേരുകളാണ് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അവിടേക്ക് മോഹൻലാലിനും മമ്മൂട്ടിക്ക് ശേഷം ഇനി ആരെ എന്ന് ചോദിച്ചാൽ ഉണ്ണി മുകുന്ദൻ എല്ലാ മേഖലയിലും, പ്രണയമാണെങ്കിലും വയലൻസ് ആണെങ്കിലും, ഇനി സൈക്കോ ഗ്രാൻഡ് മാസ്റ്റർ എന്ന് പറയുന്ന ഒരു സിനിമയിൽ വില്ലനായിട്ടാണ്, മമ്മൂട്ടിയുടെ ഒരു സിനിമയിൽ വില്ലനായിട്ടാണ് ഉണ്ണി മുകുന്ദൻ വരുന്നത്. അപ്പോൾ അഭിനയിക്കാൻ എല്ലാ മേഖലയിലും, അഭിനയത്തിൻ്റെ മേഖലയിൽ കൈവച്ച് നൃത്തത്തിലാണെങ്കിലും എല്ലാ രീതിയിലും മുന്നോട്ട് പോകുന്ന ഒരു നടനായി ഉണ്ണി മുകുന്ദൻ മാറിയിരിക്കുന്നു. ഇനി അടുത്ത 20 വർഷത്തേക്കുള്ള സിനിമ മേഖലയിൽ തൻ്റെ സാന്നിധ്യം എന്തായിരിക്കണം എന്ന് ഉറപ്പിച്ചുകൊണ്ടാണ് ഉണ്ണി മുകുന്ദൻ മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും വേറെ ലെവലിലേക്ക്, ഇപ്പോഴത്തെ പിള്ളേർ പറയും പോലെ വേറെ ലെവലിലേക്കാണ് ഉണ്ണി മുകുന്ദൻ്റെ മാറ്റം എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. ഇനി അസൂയപ്പെട്ടിട്ടും നിലവിളിച്ചിട്ടും നെഞ്ചത്തടിച്ചിട്ടും ഒന്നും കാര്യമില്ല. അയാൾ നമ്മളൊന്നും പിടിച്ചാൽ കിട്ടാത്ത രീതിയിലേക്ക് വളർന്നു പന്തലിച്ചിരിക്കുന്നു എന്ന് പറയാനേ, അല്ലേ? നല്ലതിനെ നല്ലതായി തന്നെ അംഗീകരിക്കണം എന്നുള്ളതാണ്. അവിടെ രാഷ്ട്രീയമോ മതമോ മറ്റൊന്നുമല്ല. അഭിനയം നല്ലതാണ് എങ്കിൽ, സിനിമ നല്ലതാണെങ്കിൽ അതിനെ അസൂയയോടെ നോക്കാതെ നല്ലതിന് നല്ലതാണെന്നും അതിൻ്റെ അഭിനേതാക്കളെ നല്ലത് ചെയ്താൽ നല്ല അഭിനയമാണ് കാഴ്ചവെച്ചിരിക്കുന്നതെന്ന് പറയാനുള്ളൊരു മനസ്സുകൂടി ആളുകൾക്കുണ്ടാകണം എന്നുള്ളതും കൂടിയാണ് നമ്മൾ ഇതിലൂടെ പറയാൻ ശ്രമിക്കുന്നത്. അപ്പോൾ ഈ മാർക്കോ എന്ന് പറയുന്ന ഒരു ചിത്രത്തിലെ അഭിനയത്തിലൂടെ ഈ പറയുന്ന 100 കോടി ക്ലബിലേക്കാണ് ഇപ്പോൾ നടന്നു കയറിക്കുന്നത്. അപ്പോൾ ഈ 100 കോടി ക്ലബിലേക്ക് കടന്നു കയറുമ്പോൾ മാർക്കോ എന്ന ചിത്രത്തിന് മലയാളത്തിലുണ്ടായ ഒരു സ്വാധീനം, മലയാളത്തിൽ കൂടെ കിട്ടിയ ഒരു ഹൈപ്പ്, അത് കൃത്യമായി തമിഴിലേക്ക്, തെലുങ്കിലേക്ക്, കന്നഡത്തിലേക്ക്, ഹിന്ദിയിലേക്കൊക്കെ കൊണ്ടുപോകാൻ ഈ ഉണ്ണി മുകുന്ദന് സാധിച്ചു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ പാൻ ഇന്ത്യൻ ലെവലിലേക്ക് നമ്മൾ അറിയപ്പെടുന്നത്. ഇപ്പോൾ KGF എന്ന് പറയുന്ന ഒരു ചിത്രം പുറത്തിറങ്ങിയതിന് ശേഷമാണ് അതിലെ നായകനെ നമുക്കറിയുന്നത്, അല്ലെ? നമ്മൾ അറിയില്ലായിരുന്നു. ഒരുപക്ഷെ ബാഹുബലി എന്ന് പറയുന്ന ചിത്രത്തിലെ നായകനെ പോലും നമുക്കറിയില്ലായിരുന്നു. അപ്പോൾ പാൻ ഇന്ത്യ എന്ന് പറയുന്നത് സിനിമയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യമുള്ള സംസ്ഥാനങ്ങളിലൊക്കെ തന്നെ ഉണ്ണി മുകുന്ദനും ഇനി അറിയപ്പെടുന്നു. മോഹൻലാലിന്റെ ഇരിപ്പിടത്തിലേക്ക് വരുമെന്ന് പറയുന്നത് മോഹൻലാലിന്റെ ആരാധകരാണ്. അപ്പോൾ അവർ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലിലേക്കും ഈ ഉണ്ണി മുകുന്ദൻ എത്തുന്നു. അപ്പോൾ ഈ സിനിമ എത്തുന്നതിന് മുമ്പ് തന്നെ ഉണ്ണി മുകുന്ദൻ പ്രതീക്ഷിച്ചിരുന്നു തൻ്റെ അഭിനയത്തിൻ്റെ ലെവൽ വേറൊരു തലത്തിലേക്ക് കൊണ്ടുപോകുന്നതാണ് ഈ ചിത്രം. അതുകൊണ്ടാണ് സിനിമയെക്കുറിച്ച് മുൻ അഭിമുഖങ്ങളിലൊക്കെ പറഞ്ഞത്, ഞാൻ കൃത്യമായ പ്ലാനോട് കൂടിയാണ് പോകുന്നത്. ഈ സിനിമ ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ മറ്റു പല സംവിധായകരും നിർമ്മാതാക്കളും തിരക്കഥാകൃത്തുക്കളും ഒക്കെ ആ ലെവലിലുള്ള ചിത്രങ്ങളുമായി ഉണ്ണി മുകുന്ദനെ സമീപിക്കുന്നു. അപ്പോൾ ഇന്നലെ വരെ അഭിനയിക്കാൻ അറിയില്ല എന്ന് പറഞ്ഞ് കളിയാക്കിയ ആളുകൾ, ഈ മലയാള സിനിമയിലെ തന്നെ യങ് ജനറേഷനിൽപ്പെട്ട പല ആളുകളും കളിയാക്കിയിട്ടുണ്ട്, വളരെ അശ്ലീലം കലർന്ന പദങ്ങളിലൂടെ ആക്ഷേപിച്ചിട്ടുണ്ട്. അവർക്കൊക്കെ തന്നെ സോഷ്യൽ മീഡിയയിലൂടെ പലരും ഇപ്പോൾ മറുപടി കൊടുക്കുന്നു, നിങ്ങൾ അന്ന് കളിയാക്കി ഉണ്ണി മുകുന്ദൻ എവിടെ നിൽക്കുന്നു. ഇനി മറ്റൊരു പ്രത്യേകത, ദക്ഷിണ കൊറിയയിലേക്ക് ഈ സിനിമ എത്തുന്നു. അപ്പോൾ ദക്ഷിണ കൊറിയ എന്ന് പറയുന്നത് താരതമ്യേന ചെറിയൊരു രാജ്യമാണ്, പക്ഷേ അവിടുത്തെ സിനിമകളുടെ ക്രാഫ്റ്റ്, അവിടുത്തെ സിനിമാറ്റോഗ്രഫി, ആക്ഷൻ രംഗങ്ങൾ അതൊക്കെ തന്നെ വളരെ ശ്രദ്ധിക്കപ്പെടുന്നതാണ്.
ഉണ്ണി മുകുന്ദൻ്റെ ചിത്രം അവിടേക്ക് എത്തുന്നു എന്ന് പറഞ്ഞാൽ മലയാളത്തിൽ നിന്ന് മുമ്പ് ഒരു ചിത്രമോ മറ്റോ ദക്ഷിണ കൊറിയയിലേക്ക് വന്നിട്ടുള്ളൂ. അപ്പം ഈ ഹൈപ്പ് അവിടം വരെ എത്തിയിട്ടുണ്ടെങ്കിൽ ഉണ്ണി മുകുന്ദൻ തികച്ചും വ്യത്യസ്തമായൊരു പാതയിലൂടെ സഞ്ചരിക്കുന്നു. അപ്പം ആരുടെയും പിന്തുണയില്ലാതെ സ്വപ്രയത്നം കൊണ്ട് ഉണ്ണി മുകുന്ദൻ ഈ ചവിട്ടുപടികൾ കയറി ചെല്ലുന്നു. ഇത് മറ്റുള്ളവരെ അസൂയപ്പെടുത്തുന്നുണ്ടെങ്കിൽ അത് ഉണ്ണി മുകുന്ദൻ്റെ കഴിവാണ്. അപ്പോൾ അയാൾക്ക് അഭിനയിക്കാൻ അറിയാം, ആക്ഷൻ രംഗങ്ങളിൽ നന്നായിട്ട് പെരുമാറാൻ അറിയാം, ഈ മാളികപ്പുറം പോലെയുള്ളൊരു സിനിമയിൽ എങ്ങനെ പെർഫോം ചെയ്യണമെന്നറിയാം. ഇനി നേരത്തെ പറഞ്ഞ ശ്രീ ഗണേഷ് അല്ലേ, ജയ് ഗണേഷിൽ ഒരു വീൽ ചെയറിൽ ഇരുന്നുകൊണ്ടാണ് അദ്ദേഹം അഭിനയിക്കുന്നത് അല്ലേ. അപ്പം എല്ലാ മേഖലകളിലും തൻ്റെതായ ഒരു ഇരിപ്പിടം ഉയർത്തിപ്പിടിക്കാൻ അല്ലെ ഇരിപ്പിടം ഉണ്ടാക്കാൻ ഉണ്ണി മുകുന്ദന് കഴിഞ്ഞിട്ടുണ്ട്. അപ്പം മാർക്കോ എന്ന ചിത്രത്തിലൂടെ പാൻ ഇന്ത്യൻ പദവിയിലേക്ക് നടന്നു കയറുന്നു, 100 കോടി ക്ലബിലേക്ക് കടന്നു കയറുന്നു. അപ്പം മലയാളത്തിലെ ഇരുത്തം വന്ന നടന്മാരിൽ ഒരാളായിട്ട് ഉണ്ണി മുകുന്ദനും മാറുന്നു. അപ്പം വില്ലനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, സഹനടനായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. ഇനി തൻ്റെ കാലം മാറുകയാണ്. അടുത്ത കുറേ വർഷങ്ങൾ താൻ എങ്ങനെയാണ് സിനിമാ മേഖലയിൽ ഉണ്ടാകുന്നു എന്നതിൻ്റെ കൃത്യമായ ഉദാഹരണം ഈ ചിത്രത്തിൽ നൽകുന്നു. ഇപ്പം വയലൻസ് നിറഞ്ഞ ചിത്രമാണെന്ന് പറഞ്ഞാൽ ഇപ്പോൾ കിൽ പോലെ ഒരു സിനിമ ഇറങ്ങിയപ്പോൾ നമ്മൾ വിചാരിച്ചു ഇതാണ് വലിയ വയലൻസ്. അത് കഴിഞ്ഞ് മറ്റ് സൈക്കോ മോഡലുള്ള സിനിമകൾ ഇറങ്ങി, അപ്പോൾ അതാണ് വയലൻസ്. അപ്പം അത് കാണാൻ പറ്റുന്ന ഒരു ഓഡിയൻസിന് മാത്രമേ അതിലേക്ക് പ്രവേശനമുള്ളൂ. അവർക്കത് എൻജോയ് ചെയ്യാൻ പറ്റുമെങ്കിൽ എൻജോയ് ചെയ്യുക, ഇല്ലാത്തവർ അതിനെ ഉപേക്ഷിക്കുക. അപ്പം നമ്മളുടെ മറ്റ് പല സമ്മർദ്ദങ്ങളിൽ നിന്ന് വിട്ടകന്ന് നമ്മളൊന്ന് എൻജോയ് ചെയ്യാനോ ഒന്ന് റിലാക്സ് ചെയ്യാനോ ആണ് സിനിമകൾ കാണാൻ പോകുന്നത്. അത്തരത്തിലൊരു റിലാക്സേഷൻ ഉണ്ണി മുകുന്ദന് തൻ്റെ സിനിമയിലൂടെ നൽകാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് മലയാള സിനിമയിൽ വലിയൊരു ഇരിപ്പിടമുണ്ട്. ഒപ്പം ഇന്ത്യൻ സിനിമയിലെ മികച്ച നടനായി മാറാനും അദ്ദേഹത്തിന് സാധിക്കും. അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമുക്കും ആശംസിക്കാം അല്ലേ? തീർച്ചയായിട്ടും. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.